നമ്മളിപ്പോൾ കോന്നിയിലാണുള്ളത്. നമ്മൾ 700 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് നമ്മളിതാ അച്ചൻകോവിലാർ വഴി തെങ്കാശിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ് നമ്മളിപ്പോൾ. കണ്ടില്ലേ, നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം ഇവിടെ കോന്നിയിലാണുള്ളത്. അപ്പോൾ അച്ചൻകോവിലാർ എന്ന് പറയുമ്പോൾ ഫുള്ള് ഡെൻസായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ആ ഫോറസ്റ്റ് ഏരിയയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഈ കല്ലേലി ടെമ്പിളൊക്കെ ഉണ്ട്, അതിൻ്റെ അതുവഴി ആ കാവൊക്കെ കണ്ടിട്ട് അതുവഴി നമുക്ക് തെങ്കാശിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ്. അപ്പോൾ എങ്ങനെയാ മച്ചാന്മാരെ, പോവല്ലേ, പൊളിക്കല്ലേ? എന്താണ് അർജുനെ കരയണ? നീ പോവാൻ പറയണ അവളടുത്ത്, നമ്മൾ പൊളിക്കോളിയാ. ജോളെ പറയണ വിഷയം ഈ ലിങ്ക് ഒന്ന് അവ അയച്ചു കൊടുക്കണേ. പാട്ട് പറയുന്നില്ല, ഇതൊക്കെ നല്ല വീടല്ലേ അത്? സെറ്റല്ലേ? ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഇങ്ങനൊക്കെ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. മഴയത്ത് പോട്ട് പിന്നെ ആന മഴ അലർജി അല്ലേ, അതൊക്കെ ആ സമയത്ത് ഒതുങ്ങുന്നുണ്ടോ? നോയിക്കോണേ ചിലപ്പം പറയാൻ പറ്റില്ല. മഴ ആയതുകൊണ്ട് അല്ല പയ്യെ പോവാം. ഫോറസ്റ്റ് കണ്ട ആളിയാ. നമ്മളെ ട്രിവിയൻ ഫുഡി ഇല്ലേ അളിയാ? ട്രിവിയൻ ഫുഡിയൊക്കെ റീൽസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മൾ അച്ചൻകോവിലാർ പോകുന്നതിൻ്റെ ആ വഴിയിലുള്ള ഒരു കല്ലേലി കാവാണ്. നമ്മൾ ട്രിവിയൻ ഫുഡിയൊക്കെ ഇവിടുത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യമല്ല, ഫുള്ള് മഴയാണ്. അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. ഇത് ഫുള്ള് ഫോറസ്റ്റിനകത്താണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്മെല്ലൊക്കെ അടിപൊളി സ്മെല്ലാണ്, അടിപൊളിയാണ്. ഒരിക്കലെങ്കിൽ ഈ റൂട്ടൊക്കെ നിങ്ങളൊക്കെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വരണം. ഈ അച്ചൻകോവിലാറും പത്തനംതിട്ട ശബരിമലയൊക്കെ പോകുന്ന ആൾക്കാർ ഭക്തരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അച്ചൻകോവിലാർ വഴി കോന്നി വഴി തിരുനെൽവേലിയിൽ നിന്നൊക്കെ വരുന്ന ഭക്തർക്കൊക്കെ ഇത് നല്ലൊരു പാത്ത് വേ ആണ് കേട്ടോ. ശബരിമലയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഭക്തർക്കൊക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഫസ്റ്റ് ആനിമൽ സൈറ്റിംഗ് ആണ് കാട്ടുപോത്ത്. പശു അടം പറ്റിച്ചേ. ഇതൊക്കെ ഫുള്ള് ഇത് തേക്കിന്റെ പ്ലാന്റേഷൻസ് ആണ് കേട്ടോ, സർക്കാരിന്റെ. സത്യം പറഞ്ഞാൽ ഈ വന്യമൃഗങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ ഇറങ്ങണില്ലേ അറിയാ, അതിന്റെ മെയിൻ കാര്യം ഇതാണ്. എന്ന് വെച്ചാൽ അവർക്കുള്ള കാട്ടുപൂച്ച എവിടെ? അത് കാട്ടിൽ ആരോ വളർത്തണ പൂച്ചടാ. ഇതേ പോണ് കാട്ടുപൂച്ച. ഹായ് പുസി. കോന്നിയുടെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസാണ് ഇതൊക്കെ. കൊള്ളാല്ലേ, നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള കെട്ടിടമൊക്കെയാണ്. പഴക്കമൊക്കെ ഉണ്ടെങ്കിലും നല്ല ഓഫീസാണ്. എടാ റോഡ് ക്ലോസ്ഡ്. അല്ലല്ല പോട്ട് സ്ട്രൈറ്റ്. അവിടെ നീ ആ സൈഡിലോട്ടൊന്ന് കയറ്റിയാണ്. എന്താണ് സംഭവം എന്നറിയില്ല. നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡിങ് ആയിരിക്കും മിക്കവാറും ഇറങ്ങാൻ പോകുന്നത്. എടാ എഴുതിയിട്ടുണ്ട് അച്ചൻകോവിൽ അങ്ങോട്ട്, അച്ചൻകോവിൽ അങ്ങോട്ടെന്ന് എഴുതിയിട്ടുണ്ട്. വണ്ടി നമുക്ക് നോക്കാം. നമ്മളിപ്പോ വഴി തെറ്റിയാണോ നേരെയാണോ പോകുന്നതെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ഒരു ബോർഡ് വെച്ച ഒരു വഴിയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് റേഞ്ച് ഓഫീസേഴ്സോ ചെക്ക് പോസ്റ്റിലോ ആരെയും കണ്ടില്ല. അപ്പൊ നമ്മളങ്ങനെ പോവുകയാണ് ഒരു ഫ്ലോയിൽ.
കേപ്പബിലിറ്റീസ് ഒന്ന് പരീക്ഷിച്ചു. അതാണ് നാനോ പവറാണോ പവറേസ് ആണോ എന്ന് നമുക്കിന്ന് അറിയാം. പണ്ട് ഞാനും ഇറങ്ങിയപ്പോൾ ഇന്ത്യക്കാർ വാങ്ങിച്ചില്ലല്ലോ, ഇപ്പൊ കാണാം എങ്ങനെയുണ്ടെന്ന് പെർഫോമൻസ്. രത്തൻ ടാറ്റ തട്ടിപ്പോയി. വണ്ടി ഓട്ടിക്കുന്നത് അർജുൻ മുരളി, അഡ്വക്കേറ്റ് അർജുൻ മുരളി, അപ്കമിങ് ടെറർ ഓഫ് റോഡിങ് ടൈക്കോൺ. അളിയ ഒരു ആന വന്നാ നീ ഇപ്പൊ എന്ത് ചെയ്യൂടാ? ഒരു കൊച്ചു കല്ലെടുത്തറിയും വണ്ടി ഇട്ടിട്ട് ഇറങ്ങി ഓടുവന്ന് അടിച്ച്. നീ പതുക്കെയല്ല സ്പീഡിലാണ് വന്നത്. നീ ഇറങ്ങി അളിയ ഇപ്പൊ അവിടെ നിന്ന് ഒരു ചാടി ഒരു സിംഗം സിംഹത്തിന് തൊടാനുള്ള ഗ്യാപ്പ് പോലും കിട്ടില്ല. കരടി പ്രശ്നമുണ്ട്, കരടി പ്രശ്നമല്ല. എടാ ഈ റോഡ് മൊത്തം ഇങ്ങനെയാണ്. എല്ലാം വാങ്ങും അല്ലേ അളിയാ? ഗൈസ് നമ്മളിപ്പോൾ നമ്മളെ വണ്ടി ഇപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലോക്കായി, കണ്ടില്ലേ? നാനോ ആണ്. ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്ന് പെട്ട് നിൽക്കുകയാണ്. എടാ വാ വാ, ഫുള്ള് കാടാണ്, അതിൻ്റെ കൂടെ മഴയും. എടാ വാ, ഇല്ല കുഴപ്പമില്ല. പോട്ടെ പോട്ടെ പോട്ടെ. എന്തായാലും ഒരു അടിപൊളി സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവിടെ ഒരു പാലം കണ്ടില്ലേ, ഒരു പഴയ പാലം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനപ്പിണ്ടം കിടപ്പുണ്ട്. ആനപ്പിണ്ടം ഒന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. എക്സ്പോഷർ കൂടിയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളെ കൊണ്ടുപോകാതെ പോവാൻ പോട്ടറാ, നമ്മളില്ലാതെ അമ്മ എവിടം വരെ പോവാനാ? സോ മനുഷ്യന്മാരൊക്കെ പോവല്ലോ എന്ന് തോന്നുന്നു. ഒന്നും പേടിക്കണ്ടാ. സോ ബാക്ക് ടു ബേസ്. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചാൽ ഇങ്ങനെ പേടിക്കല്ലേ. ശബരിമല പോണ റൂട്ടാണ്. ഒരു ടിപ്പ് തരാം, വഴി കാണുന്ന കമ്പുകളൊന്നും നിനക്ക് എന്ത് പറ്റിയടാ? ലോക്ക് ചെയ്യടാ, ചൈൽഡ് ലോക്ക് ഇടടാ. കണ്ണാടി തുറക്കാൻ പറഞ്ഞപ്പോ ഡോറോടെ തുറന്നിരിക്കുന്നു. ആത്മഹത്യ ഒന്നും ഇവിടെ ചാടി എന്താവേ? ഒന്നും കിട്ടിയില്ലടാ. റോഡിൽ മരമൊക്കെ വീണ് കിടക്കുകയാണ്. മഴയുടെ ആ ഒരു അത്രയ്ക്കൊന്നും ഇല്ല. വേറെ റൂട്ട് പിണ്ടം വീണ്ടും കിടപ്പുണ്ട്. നെക്സ്റ്റ് പിണ്ടം സ്പോട്ട്. അങ്ങനെ ഇലക്ട്രിക് ഫെൻസ് കണ്ടു. അപ്പൊ അപ്പുറത്ത് എന്തെങ്കിലും കാണും. ഇലക്ട്രിക് ഫെൻസിങ് ആണ്. അവിടെ പണ്ട് ഈ സാധനം നമ്മൾ ആദ്യമായിട്ട് കണ്ട ഇവിടെ ജുറാസിക് പാർക്ക് ഇങ്ങനെയല്ലേ? ശബരിമലയിൽ എന്തിണ്ടാ? എടാ ഒന്നുകൂടെ ബാക്ക് എടുത്തിട്ട് ഒന്നുകൂടെ ഇറങ്ങാൻ പറ്റുമോ? കിട്ടിയില്ല.
ഓ കുഴിക്കകത്തുള്ള തോട്. കുഴിത്തോട്. അതൊരു സ്ഥലപ്പേരല്ലേ? അത് കുണ്ടത്തോട്. കുണ്ടത്തോട്. അത് നിന്റെ വീട്ടിന്റെ അടുത്തുള്ള? അല്ല, അത് അശ്വതിയുടെ വീട്ടിന്റെ അവിടെ ഉള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് കുണ്ടത്തോട്. കുണ്ടത്തോട്. ഇവിടെ കുണ്ടത്തോട്. അത് കോഴിക്കോടല്ലേ? കോഴിക്കോട് കുണ്ടത്തോട്. ഇതാ എടാ എടാ ഷൂട്ട് ചെയ്യടാ. സ്പേസ് എത്ര ഉണ്ട് ഇനി? അതവന്റെ ഫോണിൽ എടുക്കണം. ഫോണ് വെളിയിടാൻ പറ്റൂല. പേരിനല്ല, എനിക്ക് ധൈര്യമില്ല. ഞാനാണ് പൈസ അടയ്ക്കണത്, കമ്പനിയല്ല. ഒരു അടിപൊളി സ്പോട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങാതെ പോയി കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമല്ലേ. കണ്ടില്ലേ, അച്ചൻകോവിലിൻ്റെ ആ ഒരു ആറാണ്. വലിയ വെള്ളമൊന്നുമില്ല. അച്ചൻകോവിലാറ് അച്ചാറ്. അവൻ്റെ അച്ഛൻ്റെ ആറാണിത്. ഇതങ്ങ് എത്തുമ്പോഴത്തേക്ക് നിന്റെ ബോഡി 4 ദിവസം കഴിയും. കാറിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടെ ഒന്ന് കാണിച്ചു. കാർ എന്തായാലും നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ നമുക്കൊന്ന് ചുമ നോക്കാം. കുറച്ച് മോശമാണ്. ടയറിന് അത്യാവശ്യം കുഴപ്പമുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അടി തട്ടിയിട്ടുണ്ട്. എന്റെ കാര്യം അവിടെ കിടക്കുമ്പോഴും വണ്ടിയുടെ പ്രശ്നം കാണിക്കാതെ വണ്ടിയെ കാണിക്കാതെ. നീ എന്നാ കാറൊന്നും എടുത്ത് പൊക്കി വെച്ച് തരൂ. അർജുനെ കേറ്. എടാ നിക്ക് നിക്ക് നീ നിക്ക് നീ നിക്ക് നീ കയറ് നീ കയറ്. ഞാനും കേറും. ബൂട്ടാ ആ റൂട്ടിൽ കൂടെ പോകാൻ കഴിയുമെന്ന് തോന്നുന്നു. പോയാലും ചിലപ്പോൾ പെടും. റോഡ് കാണാനില്ലടാ. റോഡ് ഇടിഞ്ഞ് താന്നു പോയതാണ്. അപ്പൊ നമുക്ക് കറങ്ങി പോവാൻ പെട്ട് ഗൈസ്. നമ്മൾ 3G അല്ല നമുക്കിനി വൈകുന്നേരം വലിച്ച് അച്ചായ ലുക്കിലൊക്കെ വന്നാണ്. പോയി വണ്ടി തിരിച്ചു വിടും. ഈ റൂട്ട് പോ. എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നത് ഇതുവഴി ക്ലോസ് ചെയ്ത വഴിയാണ്. അതുകൊണ്ട് ഒരു സാധനം എടുത്തിട്ടിരിക്കണില്ലേ. അപ്പൊ എന്തായാലും ഈ ഓഫ് റോഡ് വഴി പോകാൻ പറ്റും. ആ ഒരു ബൈക്കുകാരൻ കുറച്ച് മുമ്പ് ഇതുവഴി പോയതാണ്. അപ്പൊ എന്തായാലും അവ ഇതുവഴി വന്ന് കാണൂലല്ലോ. എടാ ഉണ്ട് ഇതിലെ വണ്ടി പോകും. നമുക്ക് നോക്കിയെടുക്കാം. പോവാ, നമുക്ക് നോക്കിയെടുക്കാം. എടാ ഞാനും അല്ലേ. ആളിറങ്ങ്. എടാ വണ്ടിയുടെ അടി ഇടിക്കും. ഇറങ്ങിക്കോ. അപ്പൊ ഫസ്റ്റ് പരിപാടി തുടങ്ങാൻ പോവുകയാണ്. നീ വീണിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഈ സൈഡ് കയറിയോ? ആ അങ്ങനെ വാ. തിരിക്കല്ലേ. കല്ലുണ്ട് അങ്ങനെ വാ കുഴപ്പമില്ല വാ. നീ വിടാതെ വാ. എൻ്റെ ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ട് മാത്രം ഈ വണ്ടി ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എപ്പോഴും എൻ്റെ ഈ ഒരു ഇത് കാണില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നീ ബന്ദിപ്പൂ മേടിച്ചപ്പം വിജനതയിൽ വാതിവയിലാളും
ഇതെന്താ കടന്നല്ലേ ഇത്? മാട്ടീച്ച പോടാ മയിരെ, കടന്നല്ലേ നേരത്തെ കയറിയത് പോയി. ഉള്ളോ എടാ വീട്ടിൽ ഇരിക്കണ. എടാ നിർത്തണ അളിയാ, നീ കൈവിടടി. കൊട്ടിക്കഴിഞ്ഞ പോയി എന്റെ പൊന്നളിയാ, നിന്റെ വിജനതയിൽ കൊള്ളാടേ എന്റെ അമ്മോ. വേണ്ട 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 വേണ്ട, നീ ആ പാട്ട് വേണ്ട കേട്ടോ. ചേട്ടാ അതെ വലിയ കുഴപ്പമില്ലാതെ പോകുമല്ലോ. ഇങ്ങോട്ട് പോകാൻ വലിയ പാടാണോ? വലിയ കുഴിയല്ലോ ഉണ്ടോ? റോഡ് മുറിഞ്ഞു പോയി. ഓക്കേട്ടാ, താങ്ക് യു. ഇല്ലല്ലോ, മിണ്ടാതിരിക്കുക വണ്ടിക്കകത്ത്. അപ്പൊ ആരാ വന്ന് ചവിട്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താലേ ആനക്ക് കളി കയറും. അതിന്റെ പെണ്ണുമ്പിള്ളേനെ വളയ്ക്കാൻ നോക്കുവല്ലേ നീ? നമുക്ക് വണ്ടി പുറകോട്ടെടുക്കാൻ പറ്റില്ല. അതല്ല അല്ലെങ്കിൽ മറ്റേ ഈ കൊച്ചിനെ വെച്ചോണ്ടിരിക്കണമാണ് ഏറ്റവും. അത് മറ്റേ പത്മാർക്ക് അല്ല, മറ്റേ ഇത് മാർച്ച് ചെയ്ത് വരും ഫ്രണ്ടിലോട്ട്. അറിയാമോ, നമ്മളെ ഫോറസ്റ്റ്, കേരളത്തിന്റെ ഫോറസ്റ്റ് സൈറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യവന്മാർ ഈ റോഡിന്റെ സൈഡിലുള്ളതിന് ചെത്തി വിടൂല. പക്ഷേ കർണാടക സർക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഫോറസ്റ്റിന്റെ അവിടെ നിന്ന് 50 മീറ്ററോ 30 മീറ്ററോ 100 മീറ്ററോ എങ്ങാണ്ടോ രണ്ട് സൈഡും ചെത്തി വിടും. മനസ്സിലായോ? എന്ന് വെച്ചാൽ കാടായിട്ട് കിടക്കൂല, ചെത്തി വിടും, പുല്ലായിട്ടിരിക്കും. അപ്പം എന്ത് ആനിമൽസ് ഉണ്ടെങ്കിലും അത് ഫുള്ള് സൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഈ കർണാടക ഫോറസ്റ്റ്, ഗൂഡല്ലൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും കേരളത്തിലെ നമ്മളെ മുത്തങ്ങ പോലുള്ള സ്ഥലങ്ങളിലും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സൈറ്റ് ചെയ്യാൻ പറ്റും കർണാടക. ഞാൻ പിന്നെ ആകെ ഒരു മറ്റേ ഇവിടെ ഇറങ്ങിയപ്പോ നിലമ്പൂരല്ലേ, നിലമ്പൂർ ഇറങ്ങണ റോട്ടില് അതിനകത്ത് നാട് കാണി ചുരമുണ്ട്. അവന്റെ ഇറങ്ങിയപ്പോ എടാ പച്ചച്ചാണകമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. പച്ച ചാണകമല്ലല്ലോ, പച്ച പിണ്ടം. എടാ അല്ല, അതിപ്പോ ഇതൊക്കെ ഉണങ്ങിയത്. അതിന്റെ അടുത്തൂടെ പതുക്കെ പോണേ അളിയാ. അത് ഈ തട്ടി ഇതെല്ലാം കൂടെ പറഞ്ഞ് ഈ വണ്ടിയുടെ പുറത്തൂടെ കിടക്കും. വയനാട് വഴി കയറാനാണ്. പതുക്കെ പെണ്ണാണ് പീലിയില്ലല്ലോ. കുറച്ചുകൂടെ അതല്ലടാ, ഇല്ല നോക്ക് എങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ട്. ഒന്നുമില്ല, ഓട്ടം മത്സരം വെക്കുന്നോടാ. നീ കുറച്ച് സ്പീഡിൽ പോയി കഴിഞ്ഞു. മയിലേ മയിരേ മയിലേ മയിരേ മയിലേ മയിരേ കൂയി. കിട്ടിയില്ല. എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ വരുമ്പോൾ എന്നെ ചീത്ത വിളിക്കും. ചോദിച്ചല്ലേ കാര്യം. നമ്മളെ ഇങ്ങനെ കാണാൻ പറ്റും. നീ എടു. അതിനെ കേട്ടില്ലേ? കോഴി പറക്കുവോ? കാട്ടുകോഴി നോക്ക്, ബാക്ക് സൈഡ് വ്യൂ ഒന്ന് നോക്കിപ്പിടിയേ. എടാ മിണ്ടായിരടാ. അടുത്ത മാട്ടിച്ച മയില് കയറിയേ. ഇപ്പൊ പറഞ്ഞു നോക്ക്. ഇതൊന്നും
വണ്ടി കറക്കം പോലെ ഇരിക്കും, പതുക്കെ അങ്ങ് ഇറക്കി കഴിഞ്ഞാൽ വിഷയമില്ല. ഇതായിരിക്കും വിഷയം. ആനപ്പാപ്പാന് വാ ഇറങ്ങ്. ഈ സൈഡ് ആ വാ. അല്ല ഇങ്ങോട്ട് ആ സൈഡ് പോയാൽ അവിടെ ഇരിക്കും വണ്ടി. ഇറങ്ങ് ആ ഇനി സ്ട്രൈറ്റ് വാ, കുറച്ചുകൂടെ വാ, കുറച്ചുകൂടെ. എന്താടാ നീ ഇറങ്ങി വരാൻ പോണ? ഇവന് വയ്യേ. ആ എന്നെ കാണിക്കടാ, മയ്യമ്മ അറിയുന്നില്ലടാ. എന്തോന്നടാ എന്തോന്നടാ? ഒരു പിടിയില്ല. വേണമെങ്കിൽ നമുക്ക് തെങ്കാശ്ശേരി പോവാം. തെങ്കാശ്ശേരിലോട്ട് പോണ റൂട്ട് നല്ലതാണ്. കുടിക്കാനാണോ? ഒന്നൂടെ കൂടാ മുന്നം തന്നെ പാടാം, മല കേറി വരാം, നീ ഇറങ്ങല്ലേ, നീയും കൂടെ തറ അതേപോലെ വെളിയിൽ കളിയാ. വണ്ടി എല്ലാം കൂടെ ഉരുട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അടിയിൽ നിന്ന് പുള്ളിക്ക് രസമായിരിക്കും. കോവിലാണ് അല്ലേ? ശബരിമല സീസണിലെ ഭയങ്കര ഉത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആ പുള്ളി ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ആ പുള്ളി പറഞ്ഞു കേട്ടോ. നമുക്ക് ആ ഒരു സീസൺ ആകുമ്പോ വൃശ്ചികം 1 മുതൽ ഇവിടെ ഉത്സവം, വെള്ളപ്പാച്ചിൽ റോഡ് കവിഞ്ഞൊഴുകുവാണ്. അല്ലെ നമുക്ക് അടുത്ത ഉത്സവത്തിന് കാരണം കേട്ടോ ഇവിടെ നമുക്ക് ബ്ലോഗ് എടുത്ത് എല്ലാവരും കാണിച്ചു കൊടുക്കും. ഇപ്പൊ മഴയുടെ ആ ഒരു ഇതായതുകൊണ്ടാണ്. അങ്ങേരുടെ അടുത്ത് ചോദിച്ചായിരുന്നു. വൃശ്ചികം 1 വരാൻ പറഞ്ഞു. തെങ്കാശി ചെങ്കോട്ടை റഹ്മത്ത് പൊറോട്ട സ്റ്റാൾ. ഇവിടെ 8 കിലോമീറ്റർ പോയാൽ തെങ്കാശി, 11 കിലോമീറ്റർ. 2 സാധനം ഓർഡർ ചെയ്തു. ഇത് ബോർഡർ ചിക്കൻ, പിന്നെ ഇത് പിച്ചിപ്പോട്ട പൊറോട്ട, അല്ല പിച്ചിപ്പോട്ട ചിക്കൻ. ഇതിൽ 2 എനിക്കിഷ്ടപ്പെട്ടത് പിച്ചിപ്പോട്ട ചിക്കനാണ്, നൈസാണ്. ഈ പെപ്പറൊക്കെ എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു ഫ്ലേവർ ആകുമ്പം അടിപൊളിയാണ്. പിന്നെ ബൺ പൊറോട്ട മേടിച്ചായിരുന്നു, പിന്നെ ബോർഡർ പൊറോട്ട, എല്ലാം പോകാം. പക്ഷേ നൈസാണ്. നീ എന്തോടാ ആലോചിച്ചോണ്ടിരിക്കണേ? ടേസ്റ്റിനെ പറ്റിയാണോ? സ്പീച്ച്ലെസ് അല്ലേ? 280 രൂപയാണ് 2 പീസ് ചിക്കന് വരുന്നത് ചാർജ്. പിന്നെ പിച്ചിപ്പോട്ടത് 280 കുഴപ്പമില്ല, വേർത്താണ്. നിന്റെയോ? പിന്നെ വെട്ടി വിഴുങ്ങല്ലേ? പറയും, അഭിപ്രായം പറയും. സൂപ്പർ. ഒന്നുമില്ല, ഒറ്റ വാക്കിൽ പറഞ്ഞ് നിർത്തുവാണോ? നന്നായിട്ടുണ്ട്, നല്ല വിശപ്പ്. അതുകൊണ്ട് കഴിച്ചിട്ട് ബാക്കി ഇറങ്ങിയിട്ട് പറയാം. പറയാം. കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല. നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നില്ല കഴിക്കുന്നത്. അവൻ കഴിക്കണം ഇവിടെ നിന്നാണ്. ഇങ്ങനെ മൊത്തം തീർത്ത് ഇവിടെ നിന്ന്. പണ്ട് സുരാജ് പറഞ്ഞ പോലെ കോരാൻ മൺവെട്ടി തരട്ടെ. കോരാൻ മൺവെട്ടി തരട്ടെ.